الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വേനൽ അവധി കഴിഞ്ഞ് മക്കൾ വിദ്യാലയത്തിലേക്കും മദ്രസകളിലേക്കും യാത്ര തിരിക്കാൻ ഒരുങ്ങുകയാണ്. വിജ്ഞാനത്തിൻ്റെ പുതിയൊരു കാലത്തിൻ്റെ തുടക്കമാണ് ഇതറിയിക്കുന്നത്. അറിവ് നേടുക എന്നത് കേവലം ഈ ലോകത്തെ ഒരാവശ്യമല്ല, മറിച്ച് അതിൽ വലിയൊരു ഇബാദത്താണ് അറിവ് നേടുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ സൂക്തം ഇഖ്റ, വായിക്കുക. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച നാഥൻ്റെ നാമത്തിൽ വായിക്കുക എന്ന വാക്യമാണ് ആദ്യമായി അന്ത്യപ്രവാചകനായ മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയ വഹയിലുള്ളത്. ഇമാം റാസി റഹ്മഹുല്ലാ സൂറത്ത് അലഖിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ അള്ളാഹു ആരംഭിച്ചത് നിസ്കരിക്കാനോ നോമ്പ് നോൽക്കാനോ കൽപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് വായിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട്? അറിവില്ലാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ജീവൻ ഉണ്ടാവില്ല. അറിവാണ് എല്ലാ ആരാധനകളുടെയും ജീവൻ. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു അവന് നൽകിയ ഒന്നാമത്തെ അനുഗ്രഹം അറിവ് നൽകലാണ്. ആദം അലൈഹിസ്സലാമിനെ ഓരോ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. വിജ്ഞാനമാണ് ഏറ്റവും മഹത്തരമായ ഗുണമെന്നും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും ഉത്തമമായ പ്രവർത്തനമെന്നും തെളിയിക്കുന്നു. അറിവ് നേടൽ ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം അറിവ് നേടാൻ വിമുഖത കാണിച്ചാൽ അവൻ്റെ ഇസ്ലാമിൻ്റെ അളവാണ് കുറഞ്ഞു പോകുക. ത്വലബുൽ ഇൽമി ഫദീലത്തുൻ അലാ കുല്ലി മുസ്ലിം, അറിവ് നേടൽ ഓരോ മുസ്ലിമിൻ്റെ മേലും വലിയ ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ല പറയുന്നു, മനുഷ്യന് ഭക്ഷണത്തോടും പാനീയത്തോടുമുള്ള ആവശ്യത്തെക്കാൾ വലുതാണ് അറിവിനോടുള്ള ആവശ്യം. ഭക്ഷണത്തെക്കാൾ മനുഷ്യന് ആവശ്യം, പാനീയത്തെക്കാൾ ആവശ്യം അറിവാണ്. കാരണം ഭക്ഷണവും വെള്ളവും ദിവസത്തിൽ 1 or 2 തവണയേ മനുഷ്യന് ആവശ്യമുള്ളൂ. എന്നാൽ അറിവ് ഓരോ ശ്വാസത്തിലും മനുഷ്യന് ആവശ്യമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ പഠിക്കണം, മനസ്സിലാക്കണം, അള്ളാഹു ഏകാരാധ്യനാണെന്ന് അറിയണമെന്ന്
കൃത്യമായി സൂറത്ത് മുഹമ്മദിലൂടെ പറയുന്നു. ഇമാം ബുഖാരി റഹ്മഹുള്ള തൻ്റെ സ്വഹീഹിൽ ഒരധ്യായത്തിന് പേര് നൽകിയത് ബാബു അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ. സംസാരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പ് ആ കാര്യത്തിൽ അറിവുണ്ടായിരിക്കുക നിർബന്ധമാണ് എന്നാണ്. അതിന് തെളിവായി അദ്ദേഹം ഉദ്ധരിച്ചത് നിങ്ങൾ ഈ ആയത്താണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു നടപ്പിലാക്കുന്നതിന് മുമ്പ് അതെന്തെന്നറിയണം. മുഹമ്മദ് റസൂലുള്ള നടപ്പിലാക്കുന്നതിന് മുമ്പ് അതെന്തെന്നറിയണം. നിസ്കരിക്കുന്നതിന് മുമ്പും നോമ്പ് നോൽക്കുന്നതിന് പകരം മുമ്പും അതേപോലെ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പും ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പും ഒക്കെ അറിവ് നേടുക എന്നത് പ്രധാനമാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ചെയ്യാൻ, ഒരു കർമ്മം ചെയ്യാൻ അറിവ് വേണം. ഇഖ്ലാസോടുകൂടി ഒരു പ്രവർത്തനം നടത്തണമെങ്കിൽ അല്ലാഹുവിനെ അറിയണം. അള്ളാഹു കാണുന്നുണ്ടെന്നൊരു വികാരം മനസ്സിലുണ്ടാകണം. പദവികൾ ഉയർത്തപ്പെടാനുള്ള കാരണത്തെക്കുറിച്ച് പറയുന്നു. സത്യവിശ്വാസത്തോടൊപ്പം വിജ്ഞാനം കൂടി കൈവരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതനാകുന്നത്. സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകളെ അള്ളാഹു ഉയർത്തും. അതേപോലെ വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്, ഇൽമ് നേടിയവരെയും ഉയർത്തും. ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ട മുശ്രിക്കുകളിൽപ്പെട്ട എഴുത്തും വായനയും അറിയുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ട മോചനദ്രവ്യം എന്തായിരുന്നു? മദീനയിലെ 10 മുസ്ലിം കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നതായിരുന്നു. യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് യുദ്ധത്തടവുകാരായി ജീവിക്കുമ്പോൾ അവിടെ നിന്ന് മോചനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എഴുത്തും വായനയും അറിയുന്ന ആളുകൾക്ക് 10 കുട്ടികളെ എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കലാണ് മോചനദ്രവ്യമായി നിർണയിച്ചത്. യുദ്ധമുഖത്ത് പോലും വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം ഇതിൽ എങ്ങനെ വ്യക്തമാക്കാൻ പറ്റും? മതപഠനം വേണം, ഭൗതിക വിദ്യാഭ്യാസവും വേണം. ഇസ്ലാം ഭൗതിക വിദ്യയെന്നോ ആത്മീയ വിദ്യയെന്നോ അറിവുകളെ വേർതിരിച്ച് കാണുന്നില്ല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ലൗകികമായ അറിവുകൾ ഈ ദുനിയാവിൻ്റെ ജീവിതം സുഗമമാക്കുമ്പോൾ മതപഠനം പരലോക ജീവിതം പ്രകാശപൂരിതമാക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ 6 നൂറ്റാണ്ടിലെ മുസ്ലിങ്ങൾ എഴുതിയ ഗ്രന്ഥം, ആ ഗ്രന്ഥങ്ങളാണ് വൈദ്യശാസ്ത്രത്തിലും ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ മികച്ച ഗ്രന്ഥങ്ങളായി കാണുന്നത്. ആ ഗ്രന്ഥത്തിൽ നിന്നും കോപ്പി അടിച്ചവരാണ് യൂറോപ്പിൽ ശാസ്ത്രജ്ഞന്മാരായി പലരും രംഗപ്രവേശനം വരാൻ കാരണം. യൂറോപ്പിലെ പല പുരോഗതിക്കും കാരണം അറബിയിലെ ഈ ഗ്രന്ഥങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അത് പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇരു കണ്ണുകളുമുള്ളവനാണ് കാഴ്ച പൂർണ്ണമാകുന്നത്. അതേപോലെ ഭൗതിക വിജ്ഞാനത്തോടൊപ്പം മതബോധവും കൂടുമ്പോഴേ ഒരു മനുഷ്യൻ പൂർണ്ണനാകും. അള്ളാഹു ഖുർആനിലൂടെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ഇരു ലോകത്തെയും നന്മയ്ക്ക് വേണ്ടിയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബേ, ഈ ദുനിയാവിലെ ഹസനത്തിനെയും ആഖിറത്തിലെ ഹസനത്തിനെയും എനിക്ക് നൽകണമെന്നും വഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിക്കണം എന്നുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണത്. പ്രാർത്ഥന ദുനിയാവിലെ എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടുകയും എല്ലാ തിന്മകളെയും തടയുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത അതാണ്. ഈ ദുനിയാവിലെ ഹസനത്ത്, നന്മ എന്നാൽ നല്ല ആരോഗ്യം, നല്ല വീട്, നല്ല ഉപജീവനം എന്നിവയോടൊപ്പം അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് കൂടി ഈ ലോകത്തെ ഹസനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതായത് ഭൗതിക ലോകത്ത് അന്തസ്സായി ജീവിക്കാനുള്ള വിജ്ഞാനവും ഇതിൽപ്പെടുന്നു. മതപഠനമില്ലാത്ത ഭൗതിക വിദ്യാഭ്യാസം നിയന്ത്രണമില്ലാത്ത വാഹനം പോലെയാണ്. അത് അപകടം വരുത്തും. മതം പഠിച്ചില്ല എഞ്ചിനീയറായി, മതം പഠിച്ചില്ല ഡോക്ടറായി, മതം പഠിച്ചില്ല വില്ലേജ് ഓഫീസറായി, മതം പഠിച്ചില്ല പഞ്ചായത്ത് സെക്രട്ടറിയായി, മതം പഠിച്ചില്ലെങ്കിൽ അവിടെ
അതിനനുസരിച്ചുള്ള സ്വഭാവങ്ങളാണ് വ്യക്തമാവുക. അത് മനുഷ്യത്വം നഷ്ടപ്പെടുത്തും, സൽസ്വഭാവത്തെ ഇല്ലാണ്ടാക്കും, മനുഷ്യന് സേവനം ചെയ്യുന്നത് നിർത്തിക്കളയും. യഥാർത്ഥത്തിൽ അറിയുന്നുണ്ടെങ്കിൽ, മതപഠനമുണ്ടെങ്കിൽ അവൻ ഇഖ്ലാസോടുകൂടി ജനങ്ങളെ സേവിക്കാൻ സാധിക്കും. മഹാനായ ഇമാം ഷാഫി ഭൗതിക വിദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വൈദ്യശാസ്ത്രത്തെ കണ്ടിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ലാ അലമു ഇൽമൻ ബഅദ ഹലാലി വൽ ഹറാമി ഹലാലും ഹറാമും പഠിക്കുന്ന ദീനീ വിജ്ഞാനം കഴിഞ്ഞാൽ വൈദ്യശാസ്ത്രത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനവും ഞാൻ അറിയുന്നില്ല. ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉണ്ടാകും, രണ്ടും ശക്തമാകണം, അപ്പോഴേ ആ പക്ഷിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷിക്ക് ആകാശത്ത് ഉയർന്നു പറക്കണമെങ്കിൽ 2 ചിറകുകളും ഒരുപോലെ ശക്തമായിരിക്കണം. ഒരു ചിറക് മാത്രമായാൽ അതിന് പറക്കാൻ കഴിയില്ല, നിലത്തു വീണുപോകും. നമ്മുടെ മക്കളുടെ ജീവിതമാകുന്ന ആ പക്ഷിയുടെ 2 ചിറകുകളാണ്: 1 ഭൗതിക വിദ്യാഭ്യാസം, 2 മതപഠനം. സ്കൂൾ പഠനമാകുന്ന ഒരു ചിറക് മാത്രം വളരുകയും മദ്രസാ പഠനമാകുന്ന മറ്റൊരു ചിറക് തളർന്നു പോവുകയും ചെയ്താൽ ഈ ദുനിയാവിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അവ തകർന്നു പോകും. ഇരുലോകത്തും അവർക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയണമെങ്കിൽ 2 അറിവുകളും ഒരേപോലെ ആവശ്യമുണ്ട്. മതപഠനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞറിയിക്കേണ്ടതില്ല, നമുക്കറിയാം. മതപഠനത്തിൻ്റെയും മതചിട്ടയുടെയും മതബോധത്തിൻ്റെയും കുറവ് ഈ സമൂഹത്തിൽ എത്രത്തോളം അപകടകരമായി ഗ്രസിച്ചിരിക്കുന്നു എന്ന് നമുക്ക് തലമുറയെ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകുക എന്നത് മാതാപിതാക്കളുടെ നിർബന്ധ ബാധ്യതയാണ്. കാരണം അറിവില്ലാത്തവൻ അല്ലാഹുവിനെ ഭയപ്പെടാൻ സാധിക്കുകയില്ല. പരലോകത്തെക്കുറിച്ച് ചിന്തയില്ലാത്തവന് നന്മയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. പരലോകത്തെക്കുറിച്ച് വിചാരണയെക്കുറിച്ച് വിചാരമില്ലാത്തവന് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയില്ല. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നത് അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ് എന്ന് ഖുർആൻ പറയുകയാണ്. കുല്ലമാ കാനത്തിൽ മഅരിഫതു ബിഹി അതമ്മൽ ഇൽമു ബി അക്മല കാനത്തിൽ ഖശിയതു ലഹു അഅലമു വഅക്തറ. അള്ളാഹുവെ കുറിച്ചുള്ള ജ്ഞാനം എത്രത്തോളം പൂർണ്ണവും സമ്പൂർണവുമാകുന്നുവോ അത്രത്തോളം അവനോടുള്ള ഭയവും ആദരവും മനുഷ്യന് വലുതും അധികവുമായിരിക്കും എന്ന് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നമ്മുടെ മക്കൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കണം. നമ്മൾ കാണാത്ത ഇടങ്ങളിലും തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അള്ളാഹുവെ കുറിച്ചറിയണം, പരലോകത്തെ കുറിച്ചറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠതയെ കുറിച്ചറിയണം. മക്കൾ, നമ്മുടെ നാടുകളിൽ മദ്രസകൾ കേവലം അക്ഷരം പഠിപ്പിക്കുന്ന ഇടങ്ങളല്ല, അവ നന്മയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന കളരികളാണെന്ന് മനസ്സിലാക്കണം. മദ്രസകളിൽ നിന്നും കുട്ടികൾ അള്ളാഹുവെ കുറിച്ച് പഠിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തിരിച്ചറിയുന്നു, മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ പഠിക്കുന്നു, തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പഠിക്കുന്നു. മയ്യുരിദില്ലാഹ ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവൻ്റെ ദീനിൽ അവഗാഹം വിജ്ഞാനം നൽകുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം മാലിക് റഹ്മഹുള്ള ചെറുപ്പത്തിൽ മദ്രസയിലേക്ക് അഥവാ പഠന സദസ്സിലേക്ക് പുറപ്പെടുമ്പോൾ ഉമ്മ നൽകിയ ഒരു വിഖ്യാതമായ ഉപദേശമുണ്ട്. ഇദ്ഹബ് ഇലാ റബീഅ ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി. മകനെ, നീ നിന്റെ ഗുരുനാഥനായ റബീഅയുടെ അടുക്കൽ പോകുക. അദ്ദേഹത്തിൻ്റെ അറിവ് പഠിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സൽസ്വഭാവവും അച്ചടക്കവും നീ പഠിക്കുക. നമ്മൾ ആലോചിച്ചു നോക്കുക, അധ്യാപകരായ ആളുകൾ ശ്രദ്ധിക്കണം. ഈ കുട്ടികൾ വന്നോ ആ ഒരു കുട്ടിയോട് ഇങ്ങനെ ഉപദേശിച്ചാൽ എങ്ങനെയുണ്ടാകും? അധ്യാപകൻ്റെ അച്ചടക്കവും സൽസ്വഭാവവുമാണ് കുട്ടി പകർത്തേണ്ടതെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥയുണ്ടാവുക? ഈ കാലഘട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അധ്യാപകർ സംസ്കാരമുള്ളവരായിരിക്കണം, മാതാപിതാക്കൾ സംസ്കാരമുള്ളതായിരിക്കണം, രക്ഷിതാക്കൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. എന്തൊക്കെയാണ് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തങ്ങൾ? 1, സൗകര്യങ്ങൾ ഒരുക്കുക, അതേപോലെ കുട്ടികളിൽ ശ്രദ്ധയുണ്ടാവുക, മക്കളുടെ പഠനത്തിന് ആവശ്യമായ പുസ്തകങ്ങൾ, കുട, വസ്ത്രം, നല്ല അന്തരീക്ഷം തുടങ്ങിയ എല്ലാ ഭൗതിക സൗകര്യങ്ങളും മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കണം. അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ചിലവഴിക്കലാണ്. കാരണം അറിവ് തേടുന്നവനെ സഹായിച്ചാൽ അവൻ തേടുന്ന അറിവിൻ്റെ അതേ പ്രതിഫലം
ആർക്കുമുണ്ടാകും, പ്രേരിപ്പിച്ചവനുണ്ടാകും. എന്നാൽ അതിനേക്കാളെ അവർക്ക് വേണ്ടത് ദീനീ അച്ചടക്കവും ദീനീ ബോധവുമാണ്. മാനഹലവാരിതും വലതൻ മിൻ നഹലിൻ അഫ്ളലു മിൻ അദബിൽ ഹസൻ. പിതാവ് തൻ്റെ മകന് നൽകാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ സമ്മാനം നല്ല അച്ചടക്കവും സൽസ്വഭാവവുമാകുന്നു എന്ന് ഹദീസിലുണ്ട്. സമയം ക്രമീകരിക്കണം. സ്കൂളും മദ്രസയും തുറക്കുമ്പോൾ കുട്ടികളുടെ ഉറക്കം, കളി, പഠനം ഇവയിലൊക്കെ കൃത്യമായ അവസ്ഥ വേണം. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം ടേബിൾ അനുസരിച്ച് വായിച്ചാൽ മതി. ആദ്യം മദ്രസയിലേത് വായിക്കുക, പിന്നെ സ്കൂളിലേത് വായിക്കുക. ഒരു ദിവസം അധ്യാപകനെടുത്ത പാഠഭാഗം നിർബന്ധമായും കുട്ടികൾ വായിച്ചിരിക്കണം. കാരണം അന്ന് വായിക്കുമ്പോൾ ആ അധ്യാപകൻ്റെ ക്ലാസ്സിനോട് കണക്ട് ചെയ്യാനും ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കാനും അത് പരീക്ഷയ്ക്ക് എഴുതാൻ ഉപകരിക്കാനും പറ്റുന്ന രൂപത്തിലായിരിക്കും അതുണ്ടായിരിക്കുക. ആ അധ്യാപകൻ ക്ലാസ് എടുത്തതിന് ശേഷം 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഒരു പാഠഭാഗം വായിച്ചാൽ അത് വളരെയധികം ഉപകാരപ്പെടും. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കലല്ല, മറിച്ച് അവർ ടൈം ടേബിൾ അനുസരിച്ച് വായിക്കുന്നുണ്ടോ, സ്കൂളിലെ മുഴുവൻ വർക്കുകളും ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് അവന് ചെയ്യാനുള്ളത് എന്ന് അവൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് സഹായിച്ച് അവനെ ഉന്നതിയിലെത്തിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചും പ്രയത്നിച്ചും രക്ഷിതാക്കൾ മുന്നോട്ട് പോകണം. ഡിജിറ്റൽ ഡിറ്റോക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ നിയന്ത്രണം വേണം. മൊബൈൽ ഫോണിൻ്റെയും TV-യുടെയും ഉപയോഗം ഈ ഒരു വേനൽക്കാലത്ത് അധികമായിട്ടുണ്ടാകാം. അതിൽ നിന്ന് മാറി രാവിലെ ഇത്ര സമയം, വൈകുന്നേരം ഇത്ര സമയം, സ്കൂളില്ലാത്തന്ന് ഉച്ചയ്ക്ക് ഇത്ര സമയം എന്നൊക്കെ പറഞ്ഞൊരു ടൈം ടേബിൾ ചുമരിൽ തൂക്കി അതിനനുസരിച്ച് മൊബൈൽ കൊടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തിയാൽ കുറേ മൊബൈൽ ഉപയോഗത്തെ നമുക്ക് തടുക്കാൻ സാധിക്കും. നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് അനുഭവിക്കുക എന്നത് മുസ്ലിമിൻ്റെ സംസ്കാരമാണ്. അതിലേക്കാണ് മൊബൈലിൻ്റെ കാര്യത്തിലും രക്ഷിതാക്കളും മക്കളും പോകേണ്ടത് എന്ന് ശ്രദ്ധിക്കണം. നാലാമത്തെ ഒരു കാര്യം, മക്കളുടെ മദ്രസയിലെ നിലവാരത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്നറിയണം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി സ്കൂളിൽ എത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. അവിടെ എത്തുന്നില്ലെങ്കിൽ വിവരമറിയണം. എവിടെ പോയി എന്ന് മനസ്സിലാക്കണം. അവൻ്റെ കൂട്ടുകാരാരാണ്, അവൻ്റെ കൂട്ടുകാരുടെ രക്ഷിതാക്കളുടെ വീട്ടിലെ സംസ്കാരം എന്താണ്, അവരുടെ മുന്നോട്ട് പോക്കിൽ അവരെങ്ങോട്ടാണ് പോവുക. ലഹരി ഉപയോഗിക്കുന്ന ഒരു പിതാവിൻ്റെ മകനുമായി നമ്മുടെ കുട്ടിക്ക് ബന്ധമുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കൽ തെറ്റാണെന്ന് ആ പിതാവിന് ഉറക്കെ പറയാൻ കഴിയാത്തത് കൊണ്ട് ആ കൂട്ടുകാരൻ ലഹരിയിലാകുമ്പോൾ നമ്മുടെ കുട്ടിയും ലഹരിയിലാകാൻ സാധ്യതയുണ്ട്. പെൺകുട്ടികളെ വലവിരിച്ചിരിക്കുന്ന കാമുകന്മാരുടെ അടുത്തേക്ക് ഉന്തിത്തള്ളിവിടുന്ന കൂട്ടുകാരികളുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ സംസ്കാരമില്ലാത്ത കൂട്ടുകാരികളുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി അഫയറിൽപ്പെട്ടാകെ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പാവപ്പെട്ട കുട്ടികളെ ചേർത്ത് പിടിക്കണം. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുതിയ ബാഗ് കൊണ്ട്, പുതിയ വസ്ത്രം കൊണ്ട്, പുതിയ ഷോക്സ് കൊണ്ട്, പുതിയ ഷൂസ് കൊണ്ട് വരുന്ന കുട്ടികളെ കാണുമ്പോൾ വളരെയധികം വിഷമത്തോടുകൂടി, എനിക്കുപ്പയില്ലല്ലോ, എൻ്റെ വീട്ടിൽ വരുമാനമില്ലല്ലോ, ഞാൻ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം തന്നെയാണല്ലോ ധരിക്കുന്നത്, എൻ്റെ ബാഗ് കീറിയിട്ടുണ്ടല്ലോ എന്നൊരു വിഷമം ഒരു കുട്ടിക്കുണ്ടാവുന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ കുട്ടികൾ കൂട്ടുകാരുടെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. അവൻ ദരിദ്രനാണോ, അവൻ ധനികനാണോ, അവൻ ഈ കാര്യമൊക്കെ ഉണ്ടോ എന്ന് കുട്ടികൾ ശ്രദ്ധിക്കണം. അത് ഉപ്പമാരോട് പറയണം. ഉപ്പമാർ ഒരു കുട്ടിയുടെ ഒരു കൂട്ടുകാരനെ സഹായിക്കും എന്ന് കാശുള്ളവർ തീരുമാനിച്ചാൽ എത്ര വീട്ടിലാണ് വലിയ വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുക. ആ രൂപത്തിൽ അത് ശ്രദ്ധിക്കാൻ സാധിക്കണം. അങ്ങനെ ഏതൊരു കാര്യത്തിലും ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളായി മാറാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം. രക്ഷിതാക്കളായി മാറാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും നല്ല നീയത്തോടുകൂടി അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന നന്മ അള്ളാഹു സ്വീകരിക്കും, അതിന് പരലോകത്ത് പ്രതിഫലം കിട്ടും എന്നൊക്കെ ചിന്തിക്കണം. ഒരു കുട്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ പ്രതിഫലം നേടുകയാണ്, മദ്രസയിലേക്ക് പോകുമ്പോൾ പ്രതിഫലം നേടുകയാണ്. കാരണം ആരെങ്കിലും ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് സ്വർഗത്തിൻ്റെ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി ചിന്തിച്ച് അതിനനുസരിച്ച് നിയ്യത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണം എന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇവിടെ ഈ ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ സമയത്ത് തിന്മ ഭൂരിപക്ഷമായ ഒരു കാലഘട്ടമാണ്. നന്മയുടെ ആളുകൾ വളരെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് പ്രവാചകന്മാരേറ്റ പരിഹാസങ്ങളെ ഒരു തുല്യമായ പരിഹാസം നന്മയിൽ ജീവിക്കുമ്പോൾ നമുക്കും വരുമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുട്ടികൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ, സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി വെട്ടുന്ന കാര്യം, ഹെയർ കട്ടിങ്ങിൻ്റെ കാര്യം, അതേപോലെ ലിപ്സ്റ്റിക് ഇടുന്ന കാര്യം, പുട്ടിയിടുന്ന കാര്യം, ജീൻസിൻ്റെ പാൻ്റ് ഇടുന്ന കാര്യം, ലൂസുള്ള ഷർട്ടിട്ട് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്ന കാര്യം, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് രക്ഷിതാക്കളും സമൂഹവും അറിയണം. കാരണം അങ്ങനെ നടക്കാത്തവനെ പരിഹസിക്കുകയാണ് മറ്റു കുട്ടികൾ. മുടിയൊന്ന് ശരിക്കു വെട്ടി നല്ല രൂപത്തിൽ വെട്ടിച്ചെന്നാൽ എന്താണ് നീ തന്തവൈബാണല്ലോ എന്നാണ് പറയുക. നിന്റെ ഉപ്പ വളരെ സ്ട്രിക്റ്റ് ആണല്ലേ, നിനക്ക് സ്വാതന്ത്ര്യമില്ല അല്ലേ. ഇവിടെയുള്ള തൊലി കാണാത്തവരൊക്കെ സ്വാതന്ത്ര്യമില്ലാത്തവരാണെന്ന ഗൂഢധാരണയിലാണ് സമൂഹം മിക്കവാറും കഴിഞ്ഞുകൂടുന്നത്. എന്നാൽ അല്ലാഹു തആല ഇങ്ങനെ പരിഹസിക്കുന്നവരെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ. തീർച്ചയായും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. അവരുടെ സത്യവിശ്വാസികളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ടു കാണിക്കുമായിരുന്നു. ഹെയർ സ്റ്റൈൽ ഇപ്പോഴത്തെ സ്റ്റൈൽ അല്ലെങ്കിൽ കണ്ണിട്ടു കാണിച്ച് പരിഹസിക്കും. ശരിക്കൊരു നല്ല വസ്ത്രം, മാന്യമായ വസ്ത്രം ധരിച്ചാൽ ഇവൻ എന്തു പറ്റിയെന്ന് ചോദിക്കും. വൈദൻ കലബൂ ഇലാഹിലിഹിൻ കലബൂ ഫകിഹീൻ. അവരുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രസിച്ചുകൊണ്ട് അവർ തിരിച്ചു ചെല്ലും. ഒരാളെ കളിയാക്കിയിട്ട്, ഒരാളെ പരിഹസിച്ചിട്ട് ഞാൻ അവനെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ അവൻ്റെ മുഖമൊന്ന് കാണേണ്ടിയിരുന്നു എന്ന് പറഞ്ഞ് മതകീയമായ ജീവിതം നയിക്കുന്നവരെ കളിയാക്കുന്നവരുണ്ട്. അവരെ സത്യവിശ്വാസികളെ അവർ കാണുമ്പോൾ തീർച്ചയായും ഇവർ വഴിപിഴച്ചവരാണ് എന്ന് പറയും. 5 വക്ത നമസ്കരിക്കുന്നവരെ കാണുമ്പോൾ, മുടി ശരിക്കു വെട്ടിയവരെ കാണുമ്പോൾ, ലിപ്സ്റ്റിക് ഇടാത്തവരെ കാണുമ്പോൾ, ജീൻസിൻ്റെ പാൻ്റ് ധരിക്കാത്തവരെ കാണുമ്പോൾ ഇവരേത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കും. വമാ ഉർസിലു അലൈഹിം ഹാഫിളീൻ. അവരുടെ സത്യവിശ്വാസികളുടെ മേൽനോട്ടക്കാരായിട്ട് ഇത്തരം വൃത്തികെട്ട ആളുകളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നത് അള്ളാഹുവാണ്. ഇങ്ങനെ മോഡേൺ വസ്ത്രം ധരിച്ച് മോഡേൺ മുടി വെട്ടി നടക്കുന്ന ആളുകളെ ഒരിക്കലും നല്ലവരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അവരവരുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. വൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. എന്നാൽ അന്ന് ഖിയാമത്ത് നാളിൽ സത്യവിശ്വാസികൾ ഈ കളിയാക്കിയവരെ നോക്കിച്ചിരിക്കും. സ്വർഗത്തിൽ പോകുന്ന, മുടി ശരിക്കു വെട്ടിയ, ലിപ്സ്റ്റിക് ഇടാത്ത, പുട്ടിയിടാത്ത, ശരിക്കു വസ്ത്രം കൊണ്ട് തലമറച്ച, തൻ്റെ ഉടല് മറച്ച ആ സ്ത്രീകൾ, ആ ആൺകുട്ടികൾ, അവർ ആരെ കളിയാക്കും? ഇവിടെ വെച്ചിട്ട് മോഡേണിൻ്റെ പേരിൽ നല്ല കുട്ടികളെ കളിയാക്കിയവരെ കളിയാക്കുമെന്ന്. സ്വർഗത്തിലെ സോഫകളിൽ ഇരുന്ന് അവർ നരകത്തിൽ പോകുന്ന ആ കുട്ടികളെ അല്ലെങ്കിൽ ആ കൂട്ടുകാരന്മാരെ നോക്കിക്കൊണ്ടിരിക്കും. സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്, എന്നെ കളിയാക്കിയവന് ശിക്ഷ അനുഭവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്ന ഒരവസ്ഥ നാളെ സ്വർഗത്തിലുണ്ടാകണമെങ്കിൽ നല്ല വേഷം ധരിക്കണം, നല്ല രൂപത്തിൽ മുടി വെട്ടണം, മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം. എന്നിട്ടൊരു നല്ല ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇസ്ലാം കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടിയാണ് ഈ മുടി ഇങ്ങനെ വെട്ടുന്നതും കോലമില്ലാതെ നടക്കുന്നതും മുടി വളർത്തി ഒരുമാതിരി കോലത്തിൽ നടക്കുന്നതുമൊക്കെ. അതിൽ നിന്നൊക്കെ ഒഴിവായി ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് അടുത്തു നിന്ന് മുന്നോട്ട്
പോകാൻ സാധിക്കണം. ഇത് പരീക്ഷണമാണ്, കടുത്ത പരീക്ഷണമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ പോലും ഇസ്ലാമിൻ്റെ ശിആറുകളെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറയെ ഈ രക്ഷിതാക്കൾ പോലും എത്തിക്കുന്നുണ്ട്. ഒരു ബാർബർ ഷോപ്പിൽ ചെന്നാൽ എൻ്റെ കുട്ടിയുടെ മുടി അങ്ങനെ വെട്ടാൻ പാടില്ലെന്ന് ആ ബാർബറുടെ മുഖത്ത് നോക്കി പറയാൻ പോലും ഇസ്ലാമികമായ ധൈര്യമില്ലാത്ത രക്ഷിതാക്കൾ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇനി അടുത്ത കാലത്ത് ഈ കുട്ടികളെ പിടിച്ചാൽ കിട്ടാതാവും എന്ന് ചിന്തിക്കാനുള്ള വകതിരിവെങ്കിലും രക്ഷിതാക്കൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് യാതൊരു കോംപ്രമൈസും ചെയ്യാതെ നടന്നവന് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരികയും അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെന്ന ചിന്തയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ഉത്തമരായ സ്റ്റാൻഡേർഡുള്ള രക്ഷിതാക്കളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അംഗങ്ങളിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.